بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان صدق الله. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായി സത്യവിശ്വാസികൾക്ക് കനിഞ്ഞരുളിയിട്ടുള്ള വിശുദ്ധ റമദാൻ മാസം വിട പറയാൻ ഒരുങ്ങുകയാണ്. വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ പത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏതാനും ദിവസങ്ങളാണ് അല്ലാഹു അനുഗ്രഹിച്ച് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. ഈ ദിവസങ്ങളിൽ ജീവിച്ചിരിക്കുവാനും ഇതിന്റെ സൗഭാഗ്യങ്ങൾ കൊയ്തെടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നായി നിശ്ചയിച്ചിട്ടുള്ള സൗം ശവ്വാലിലും ദുൽഹജ്ജിലും വെക്കാതെ റമളാൻ എന്ന് പറയുന്ന ഒരു മാസത്തിൽ വെച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ ഈ റമളാൻ മാസം, റമളാൻ മാസത്തിലാണ് ഖുർആനിന്റെ അവതരണമെന്ന് നമ്മൾ പറയുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അത് അവസാനത്തെ പത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ഒട്ടേറെ സവിശേഷമായ അവസാനത്തെ പത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ലൈലത്തുൽ ഖദറും ഖിയാമുൽ ലൈലും അതുപോലെ ഇഅ്തികാഫും സകാത്തുൽ ഫിത്റും ഒക്കെയുള്ള ഒരുപാട് നന്മകൾ വാരിക്കൂട്ടുവാൻ പറ്റിയ ഏറ്റവും നല്ല നന്മകളുടെ റമദാനിന്റെ ഏറ്റവും ഗൗരവപ്പെട്ട സംഭവങ്ങളുടെ സമ്മേളനമാണ് അവസാനത്തെ പത്തിൽ നടക്കാൻ പോകുന്നത്. നാം അതിന്റെ പത്തിലേക്ക് പ്രവേശിക്കുകയും അതിന്റെ നന്മകൾ വാരിക്കൂട്ടുവാൻ രാപ്പകൽ ഭേദമന്യേ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിന്റെ 10 മടങ്ങ് ഇരട്ടിയോടുകൂടി സ്വീകരിച്ച് അതിന്റെ പ്രതിഫലം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. കാരുണ്യവാനായ റബ്ബ് തന്റെ സൃഷ്ടി നരകത്തിൽ പോകുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ആ സൃഷ്ടിയെ എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തിക്കണമെന്നാണ് അല്ലാഹുവിന്റെ ആഗ്രഹം. മനുഷ്യൻ പക്ഷേ മലക്കല്ല, മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. അല്ലാഹുവിനെ അംഗീകരിക്കുവാനും ധിക്കരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം അവനുള്ളതുകൊണ്ട് സ്വാഭാവികമായി കുറെ ആളുകൾ നരകത്തിന്റെ വഴിയിലൂടെ യാത്രയാകും. പക്ഷെ കാരുണ്യത്തിന്റെ കടലായ അല്ലാഹു ആ മനുഷ്യനെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം, എങ്ങനെയെങ്കിലും തന്റെ സ്വർഗത്തിൽ എത്തിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ വിശിഷ്ടമായ ഒരു മാസം നമുക്ക് നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ള നാളുകളിൽ ഇതിന്റെ പുണ്യം അടിച്ചുവാരിയെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അക്കാര്യം ഇവിടെ ഊന്നി പറയുന്നത്. സ്വർഗത്തിന്റെ സർവ്വവാതിലുകളും തുറന്നു വെച്ചത് ഏതെങ്കിലും ഒരു വാതിലിലൂടെ ഏതെങ്കിലും ഒരു നന്മ ചെയ്തുകൊണ്ട് സത്യവിശ്വാസി ഈ മാസത്തിൽ സ്വർഗം നേടട്ടെ എന്ന് കരുതിയിട്ടാണ്. നരകത്തിന്റെ വാതിലുകൾ അടച്ചു എന്ന് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സത്യവിശ്വാസി ഒരു നിലക്കും നരകത്തിൽ പോകരുത് എന്ന് അല്ലാഹുവിന് നിർബന്ധമുണ്ട്. ഇത്തക്കുന്നാറ വലൗ ബിശിഖ്ഖി തംറ, ഒരു ചുള കാരക്ക കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ തടുക്കുക. ചെറിയൊരു കാര്യമാണ്, പക്ഷേ അതിന്റെ ഇഖ്ലാസ് കൊണ്ട് അല്ലാഹുവിന് അത് ഇഷ്ടപ്പെട്ടാൽ അതുവഴി അല്ലാഹു നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കും. വേശ്യയായ ഒരു പെണ്ണ് ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിലാണ് അല്ലാഹു ആ കർമ്മം ഇഷ്ടപ്പെട്ടത്. മരുഭൂമിയിൽ ആരോരുമില്ലാത്തൊരിടത്ത്
വെള്ളമില്ലാത്ത, കിണറില്ലാത്ത, മൃഗങ്ങൾക്ക് കുടിക്കുവാൻ വെള്ളമില്ലാത്തൊരു മരുഭൂമിയിൽ ദാഹിച്ചു വലഞ്ഞ് നാക്ക് നീട്ടി വന്ന ഒരു പട്ടിയെ കണ്ട വേശ്യയായ ഒരു പെണ്ണ് കാട്ടുവള്ളികൾ ശേഖരിച്ച് തന്റെ സ്വന്തം ഷൂവിൽ അത് കെട്ടി പ്രയാസപ്പെട്ട് ഒരാൺ ചെയ്യുന്നത് പോലെ കിണറ്റിലേക്ക് ചവിട് വെച്ചിറങ്ങി വെള്ളം കോരി ഒരു വിശന്ന നായക്കും പട്ടിക്കും കൊടുത്തപ്പോ അള്ളാഹുവിന് ആ കർമ്മം ഇഷ്ടപ്പെട്ടു. നിന്റെ പാപങ്ങളെല്ലാം ഞാൻ പുറത്തിരിക്കുന്നു, എന്റെ നന്മയാണ് ഭൂമിയിൽ നീ സ്ഥാപിച്ചത്, ഇതുവഴി നീ ചെയ്ത ഇതിന്റെ ഇഖ്ലാസ് കൊണ്ട് നീ സ്വർഗത്തിലാണെന്ന് പ്രഖ്യാപിക്കുകയും അത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനൂ ഇസ്രായേലിൽ നടന്നിട്ടുള്ള കഥ സംഭവം നമുക്ക് വിവരിച്ചു തരികയും ചെയ്യുക വഴി അത് ഇസ്ലാമിന്റെ വലിയൊരു കാര്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മത്തിലൂടെയാണ് അള്ളാഹു നമ്മളെ സ്വർഗത്തിലെത്തിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നന്മ ചെയ്തുകൊണ്ട് സത്യവിശ്വാസികൾ സ്വർഗത്തിലെത്തണം, നരകത്തിൽ നിന്ന് മോചനം നേടണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിലൂടെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ മാസം പുണ്യം ചെയ്താൽ ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ ഒരു കൂലി കിട്ടുന്നത്, റമദാൻ മാസത്തിൽ ഒരു സത്യവിശ്വാസി ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞു കിട്ടിയാൽ അതിനെ 70ആയി 700ആയി 70,000 അള്ളാഹു വർദ്ധിപ്പിക്കുകയാണ്. കഴിഞ്ഞ മാസത്തെ അളവുകോലല്ല ഈ മാസം. അസ്സൗമു ലീ വ അന അജ്സീ ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ അതിന് തോന്നിയതുപോലെ പ്രതിഫലം കൊടുക്കും, ഇഷ്ടം പോലെ കൊടുക്കും. 70,000 എന്ന് പറയുന്നത് മനസ്സിലാക്കപ്പെടുന്ന ഒരു കണക്കാണ്. പക്ഷേ അള്ളാഹുവിന് ഒരു കർമ്മം ഇഷ്ടപ്പെട്ടാൽ കണക്കില്ലാതെ അളവറ്റ പ്രതിഫലം നൽകിക്കൊണ്ട് ആ അടിമയെ എങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ദിനരാത്രങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയത്. ആ ദിനരാത്രങ്ങളിലെ അവസാന ഭാഗത്തേക്ക് നമ്മൾ നീങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ നന്മകളും സമ്മേളിക്കുന്ന ഖുർആനിന്റെ, ലൈലത്തുൽ ഖദറിന്റെ, ഇഴ്തികാഫിന്റെ, ഇത്ഖും മിനന്നാറിന്റെ, സകാത്തുൽ ഫിത്റിന്റെ എല്ലാ നന്മകളും ഒരുമിക്കുന്ന അവസാനത്തെ പത്തിലേക്കാണ് നാം എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ റമദാനിന്റെ അവസാനത്തെ നാളുകളെ, അതിന്റെ സെക്കൻഡുകളെ, അതിന്റെ രാത്രികളെ, അതിന്റെ പകലുകളെ പൂർണ്ണമായി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ സന്നദ്ധരാകണം. നോമ്പെന്ന് പറഞ്ഞാൽ പകൽ മാത്രമുള്ള ഒരു ഏർപ്പാടല്ല. ഷഹർ എന്ന് പറഞ്ഞാൽ ഒരു മാസമാണ്. ആ മാസത്തിൽ പകലുമുണ്ട് രാത്രിയുമുണ്ട്. അതുകൊണ്ട് പകലിൽ നോമ്പനുഷ്ഠിക്കുമ്പോൾ രാത്രിയിൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതുണ്ട്. രാത്രി റമദാനിന്റെ ഭാഗമാണ്. ആരും പകൽ മാത്രമല്ലേ നോമ്പുള്ളൂ, രാത്രി സൗകര്യത്തിന് നമസ്കരിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. കാര്യമായ എല്ലാ തരത്തിലുള്ള പുണ്യങ്ങളും ഒരുക്കി വെച്ചത് രാത്രിയിലാണ്. ലൈലത്തുൽ ഖദറും ഖിയാമുൽ ലൈലും വിത്റും തറാവീഹും തഹജ്ജുദും നിർവഹിക്കേണ്ടത് രാത്രിയിലാണ്. തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കേണ്ടത് രാത്രിയിലാണ്. രാത്രിയിലാണ് അള്ളാഹു ഇറങ്ങി വരുന്നത്, രാത്രിയിലാണ് നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നത്. അതുകൊണ്ട് രാത്രി വളരെ പ്രധാനമാണ്. ഇനിയുള്ള ബാക്കിയുള്ള രാവുകളും പകലുകളും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞതുപോലെ അരയും തലയും മുറുക്കി വീട്ടുകാരെ വിളിച്ചുണർത്തി ഉന്മേഷഭരിതനായി ഇബാദത്തുകളിൽ മുഴുകുന്ന ഒരു പ്രവാചകൻ, വല്ലതും കൊടുക്കുമ്പോൾ സദക്കയിലും സകാത്തിലും ഒരു കൊടുങ്കാറ്റായി മാറുന്ന ഒരു പ്രവാചകൻ, നന്മകളുടെ സർവവും പൂർണ്ണമായി അടിച്ചെടുക്കുവാൻ വേണ്ടി പൂർണ്ണമായി ഇത്തിക്കാഫിൽ പ്രവേശിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഖുർആനിന്റെ വാർഷികമാണല്ലോ നടക്കുന്നത്. നമുക്കറിയാം, റമദാൻ മാസത്തിൽ തന്നെയാണ് അള്ളാഹു തൗറാത്ത് അവതരിപ്പിച്ചത്. ഇഞ്ചീൽ അവതരിപ്പിച്ചതും റമദാൻ മാസത്തിലാണ്. പരിശുദ്ധ ഖുർആനിന്റെ 3 ഇറക്കങ്ങൾ ഉണ്ടായതും റമദാൻ മാസത്തിലാണ്. ബൽ ഹുവ ഖുർആനുൻ മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ് എന്ന് പറയുന്ന സുരക്ഷിതമായ ഫലകത്തിലേക്ക് മൊത്തമായി അള്ളാഹു ഖുർആൻ ഇറക്കിയത് റമദാൻ മാസത്തിലാണ്. രണ്ടാമത്തെ ഖുർആനിന്റെ ഇറക്കം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സമാഉദ് ദുനിയ എന്ന് പറയുന്ന ആകാശത്തിലേക്കാണ്. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. വിധി നിർണയിക്കപ്പെടുന്ന നിർണായകമായ ആ രാത്രിയിൽ നമ്മൾ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഖുർആനിനെ മൊത്തമായി സമാഉദ് ദുനിയയിലേക്ക് ഇറക്കിയ രാത്രിയാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിന്റെ തുടക്കം അവതരണം ഉണ്ടായതും റമദാൻ മാസത്തിലാണ്. ഇങ്ങനെ വിശുദ്ധ റമദാൻ മാസത്തിലാണ് വേദങ്ങളുടെ അവതരണം, ഖുർആനിന്റെ 3 അവതരണവും ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ മാസമാണ്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ അവതരണമുണ്ടായ മാസമാണിത്, വിശിഷ്ടമായ ഒരു ഗ്രന്ഥമാണിത്. നമുക്കറിയാം, കഴിഞ്ഞുപോയ എല്ലാ വേദഗ്രന്ഥങ്ങളെയും സ്വാംശീകരിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വന്നിട്ടുള്ളത്. അതിൽ പറഞ്ഞ എല്ലാ നല്ല കാര്യങ്ങളും ഈ കാലഘട്ടത്തിന് അന്തിമ നാൾ വരെ ആവശ്യമായത് ഈ ഖുർആനിൽ അള്ളാഹു എടുത്തു ചേർത്തിരിക്കുന്നു. ഇത് വന്നതോടുകൂടി തൗറാത്തും ഇഞ്ചീലും ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. എല്ലാ ജനതക്കുമുള്ള ഗ്രന്ഥമാണിത്, സന്മാർഗത്തിന്റെ അവസാനത്തെ വാക്കാണിത്, അൽ ഫുർഖാനാണിത്. സത്യവും അസത്യവും ഏറ്റുമുട്ടുമ്പോൾ ഉരക്കല്ലായി സ്വീകരിക്കേണ്ട സത്യത്തിന്റെ വചനമാണിത്. നൂറാണിത്, ഹിദായത്താണിത്, ജനങ്ങൾക്കുള്ള സന്മാർഗത്തിന്റെ ഗ്രന്ഥമാണിത്, വെളിച്ചമാണിത്, ശിഫാ ആണിത്. എന്തെല്ലാമാണ് ഈ പരിശുദ്ധ ഖുർആൻ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ ഖുർആനിനെ എങ്ങാനും നമ്മളൊരു ഭീമാകാരമായ പർവ്വതത്തിന്റെ മുകളിലാണ് അവതരിപ്പിക്കുന്നത് എങ്കിൽ അതിന്റെ ഗാംഭീര്യം ഓർത്തുകൊണ്ട് പേടിച്ച് വിറച്ച് ആ പർവ്വതം തകർന്ന് തരിപ്പണമായി പോകുമെന്ന് പരിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ ഈ ഖുർആൻ സ്വീകരിക്കുമ്പോൾ വിയർത്തൊലിക്കുന്നത് നമ്മൾ കാണുന്നു. ഒരു ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ട് വഹി സ്വീകരിക്കുമ്പോൾ അതിന്റെ ഭാരം മൂലം ഒട്ടകം മരുഭൂമിയിലേക്ക് അമർന്ന് ഇരുന്നു പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത്ര ഗാംഭീര്യമുള്ള ഖുർആൻ, പ്രവാചകന്മാരെ നയിച്ചിട്ടുള്ള വേദഗ്രന്ഥങ്ങളുടെ സാരാംശം ഉൾക്കൊള്ളുന്ന ഈ ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കരയിപ്പിച്ച ഖുർആൻ, സഹാബികളുടെ രോമകൂപങ്ങളെ എഴുന്നേറ്റ് നിർത്തിയ ഖുർആൻ, ചെരിഞ്ഞുകിടന്നും ഇരുന്നും അള്ളാഹുവിനെ വാഴ്ത്താൻ അവരെ പ്രേരിപ്പിച്ച ഖുർആൻ, മനുഷ്യ സമുദായത്തിന്റെ മുഴുവനും മാറ്റിത്തിരിച്ച ചരിത്രത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഖുർആൻ, ഉമർ ഖത്താബിനെ പോലെ പ്രവാചകന്റെ തലയെടുക്കാൻ പോയ ആളുകളെ ഇസ്ലാമിലേക്ക് നയിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആൻ, ചെവിയിൽ പരുത്തിയും തിരികിപ്പോയ ഖുർആൻ കേൾക്കരുത് എന്ന് വിചാരിച്ചു പോയ ഏറ്റവും വലിയ സാഹിത്യത്തിന്റെ കുലപതികളെ മുശ്രിക്കുകളുടെ നേതാക്കന്മാരോട് അടിയറവ് പറയിപ്പിച്ച വല്ലാഹി ഈ ഖുർആനും ഈ പ്രവാചകനും ലോകത്തെ കീഴടക്കുക തന്നെ ചെയ്യുമെന്ന് ഖുർആനിന്റെ ഇരടികൾ കേട്ടുവന്ന് പറയേണ്ടി വന്ന സാഹചര്യം. കഅബാലയത്തിന്റെ ചാരെ പ്രവാചകന്റെ കൂടെ ഖുർആനിന്റെ മധുരോദരമായ അതിന്റെ പാരായണം കേട്ടുകൊണ്ട് അറിയാതെ മുശ്രിക്കുകൾ പോലും സുജൂദിലേക്ക് വീണുപോയ ഖുർആൻ, വിശ്വാസികളെ കരയിപ്പിക്കുന്ന, അവരെ ചിന്തിപ്പിക്കുന്ന, അവരെ മാറ്റിത്തിരിക്കുന്ന, അവരുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കുന്ന വിശുദ്ധ ഖുർആൻ. ആ ഖുർആനോട് നമ്മൾ ഈ റമദാൻ മാസത്തിൽ നീതി ചെയ്തു പോകും. അതിന്റെ മാസമാണല്ലോ ഇത്. ചില ആളുകൾ ഖുർആനെ സമീപിക്കുന്നത് ചെറിയ ഒരു പാത്രവുമായിട്ടാണ്. ചെറിയ ചെറിയ സൂറത്തുകൾ അവർക്കറിയാം, മറ്റൊരു സൂറത്തും അവർക്കറിയില്ല, അതിന്റെ അർത്ഥം അറിയില്ല, പാരായണം ചെയ്തിട്ടില്ല. വേറെ ചില ആളുകൾ ഖുർആനിന്റെ കവാടത്തിൽ വരെ എത്തും റമദാനൊക്കെ ആകുമ്പോൾ, പക്ഷെ അതിലേക്ക് കടക്കാതെ അവർ പിന്തിരിയും. ചില ആളുകൾ ഖുർആനിലേക്ക് പ്രവേശിക്കും, കുറച്ചൊക്കെ തപ്പിത്തടഞ്ഞ് പോയി നോക്കും, പക്ഷേ അവർ അല്ലാഹുവിന്റെ ശബ്ദം കേൾക്കില്ല, സ്വന്തം ചിലമ്പിച്ച ശബ്ദവും കേട്ടുകൊണ്ട് അവർ തിരിച്ചു പോരും. ചില ആളുകൾ ഖുർആനിലൂടെ മുന്നോട്ട് പോകും, പക്ഷേ ആ ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടിരിക്കും. ഖുർആൻ അവർ ഗൗരവത്തോടു കൂടി കാണുന്നില്ല, ഖുർആന്റെ ബഹുമാന്യം അവർ കൊടുക്കുന്നില്ല, ഖുർആനെ അവർ ആദരിക്കുന്നില്ല, ഖുർആനിൽ നിന്ന് അവർ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, അത് ജീവിതത്തിൽ പകർത്താൻ അവർ തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ള ആളുകളെ വിശിഷ്ടമായ ഗ്രന്ഥം ശപിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഖുർആനെ ഏത് രൂപത്തിലാണ് നമ്മൾ സമീപിക്കുന്നത്? നമ്മൾ ഖുർആനുമായുള്ള ബന്ധം എന്താണ്? ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹുവിന്റെ കലാമുല്ലാഹ്, എന്നോട് അള്ളാഹു സംസാരിക്കുന്ന സംസാരം ഒരു തവണയെങ്കിലും ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയോ? അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞുവോ? ആരോടാണ് നമ്മൾ അനീതി ചെയ്യുന്നത്? ആരെയാണ് നമ്മൾ വഞ്ചിക്കുന്നത്? ആരോടാണ് നമ്മൾ മറുപടി പറയേണ്ടത്? എങ്ങനെയാണ് അള്ളാഹുവിനെ നമ്മൾ അഭിമുഖീകരിക്കുക? നമുക്ക് തിരക്കാണ്, ബിസിയാണ്. പക്ഷേ ഖുർആൻ അറിയാത്ത ഒരു ജീവിതം എന്താണ് സഹോദരന്മാരെ? ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഖുർആൻ മനസ്സിലാക്കാത്ത ബിസി എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴാണ് ഈ ബിസി തീരുക? നമ്മളുടെ ശരീരത്തിൽ വെള്ളവസ്ത്രം മൂടി ആളുകൾ നമ്മുടെ ചാരവെന്ന് ഖുർആൻ ഓതി തരുമ്പോഴാണോ നമ്മൾ ഖുർആൻ